നമസ്കാരം. ഞാൻ ഡോക്ടർ കല്യാൺ എസ്, ദ ഫിസിഷ്യൻ, സിദ്ധൌഷധി സിദ്ധവർമാണിയൻ ഫൗണ്ടേഷൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു ആധുനിക ഡോക്ടറുടെ വീഡിയോ കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത് സിദ്ധ, ആയുർവേദം തുടങ്ങിയ പാരമ്പര്യ ചികിത്സാ സംവിധാനങ്ങൾക്കൊന്നും യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ലെന്നും, എന്നാൽ ഇതെല്ലാം വെറും സ്യൂഡോ സയൻസുമാണ് എന്നാണ് പുള്ളി ആ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ അതിനൊരു മറുപടി എന്നുള്ള വിധത്തിൽ ശാസ്ത്രീയമായി എന്താണ് സിദ്ധവൈദ്യം, അല്ലെങ്കിൽ സിദ്ധവൈദ്യത്തിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്ന് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യണം അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം. അപ്പോൾ എന്താണ് ശാസ്ത്രം? ശാസ്ത്രം എന്നാൽ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയ ആധികാരികമായ വിവരങ്ങളെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ആധുനിക ഡോക്ടർമാർ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ഡോക്ടർമാർ അയൺ സപ്ലിമെൻറ്റുകൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ സിട്രിക് ആസിഡ് അടങ്ങിയ ഈ നാരങ്ങ നീരിലോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ ഈ ഇതെടുക്കാനായിട്ട് പറയാറുണ്ട്. ഈ അയൺ സപ്ലിമെൻറ്റ് അയൺ ടാബ്ലറ്റിൽ എടുക്കാൻ പറയാറുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള സയൻസ്? അതായത് അയണിൻ്റെ ആഗിരണത്തിന് ഈ സിട്രിക് ആസിഡ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ളൊരു സയൻസ്. അപ്പോഴാണ് നമുക്ക് ഈ സിദ്ധവൈദ്യത്തിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആധുനിക സയൻസ് കൊട്ടിഘോഷിച്ച് നടക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സിദ്ധവൈദ്യന്മാർ പ്രായോഗികമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിനാണ് ഞാൻ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് എവിഡൻസുമായിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1937 വൈറ്റമിൻ സി നമ്മുടെ ഒരു ബയോകെമിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് സെൻ ഗോർഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബയോകെമിസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അത് 1937 എന്ന് ഞാൻ പറയാൻ കാരണം അതിനു മുമ്പ് വരെ ഈ പറഞ്ഞ അയൺ സപ്ലിമെൻറ്റുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആഗിരണത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പ്രശ്നങ്ങൾ അപര്യാപ്തകളെ കുറിച്ചുമൊക്കെ വളരെ ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിദ്ധവൈദ്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഈ വിളർച്ച, നമ്മൾ സിദ്ധയിൽ പാണ്ഡുരോഗം എന്ന് പറയും, അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലുള്ള കണ്ടീഷനുകളിൽ നമ്മുടെ സിദ്ധവൈദ്യന്മാർ നൂറ്റാണ്ടുകളായിട്ട് തലമുറകളായിട്ട് തന്നെ കൈമാറി വരുന്ന ഒരു മെഡിസിനാണ് അന്നവേദി സിന്ദൂരം. അപ്പോൾ ഈ അന്നവേദി സിന്ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അയൺ സൾഫൈറ്റ് ആണ്. അതായത് ഗ്രീൻ വിട്രിയോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഹധാതുവാണ്, ഇരുമ്പിൻ്റെ ഒരു ലോഹധാതുവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നാരങ്ങ നീരിൽ ഏകദേശം ഒരു 3 സാമം, ഏകദേശം ഒരു 9 മണിക്കൂറോളം നാരങ്ങ നീരിൽ അരയ്ക്കുകയും അതിനുശേഷം അതിനെ ഭാവന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫുടം ഉയർന്ന ഊഷ്മാവിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിലൂടെ തന്നെ ഇതിൻ്റെ കണികയുടെ സൈസ്, അതായത് ഈ പറഞ്ഞ തന്മാത്ര സൈസ് ഏകദേശം നാനോ പാർട്ടിക്കിൾസിൻ്റെ സൈസിലോട്ട് വളരെ ചെറുതാകാറുണ്ട്. അപ്പോൾ ഈ അയൺ എന്നത് നമുക്ക് രണ്ട് ഫോമിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഫെറസ് ഫോമിലും മറ്റേത് ഫെറിക് ഫോമിലും. ഫെറസ് എന്ന് പറയുമ്പോഴത്തേക്ക് Fe2+ എന്ന നിലയിലും ഫെറിക് എന്ന് പറയുമ്പോഴത്തേക്ക് Fe3+ എന്ന നിലയിലുമാണ്. അപ്പോൾ ഇതിനകത്ത് ഫെറിക് ഫോമിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഗിരണം നമ്മുടെ ശരീരത്തിനകത്ത് ആഗിരണം നടക്കില്ല. ഫെറസ് ഫോമിലുള്ള അയണ്ണയാണ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിയോഡിനത്തിലുള്ള നമ്മുടെ ചെറുകുടലിലുള്ള കോശങ്ങൾക്ക് വളരെ പെട്ടെന്ന് സുഗമമായി ആഗിരണം ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഫെറസ് ഫോമിലുള്ള അയണ്ണയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ അന്നവേദി സിന്ദൂരത്തിൻ്റെ നിർമ്മാണത്തിനകത്ത് ഈ പറഞ്ഞ ലോഹധാതുവിനെ നമ്മൾ സിട്രിക് ആസിഡിനകത്ത് ഏകദേശം നാരങ്ങ നീരിൽ ഏകദേശം ഒരു 9 മണിക്കൂറോളം അരയ്ക്കാറുണ്ട്. അരയ്ക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നടക്കുന്ന കീലേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുക, അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ ബയോ അവൈലബിലിറ്റി കൂട്ടുന്നൊരു പ്രോസസ്സാണ്. അതായത് ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ തന്മാത്രയുടെ മുകളിൽ ഈ പറഞ്ഞ സിട്രിക് ആസിഡുള്ള അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോട്ടിംഗ് ഉണ്ടാവുകയും ഇത് നമ്മുടെ ഈ പറഞ്ഞ ഫെറസ് ഫോമിൽ തന്നെ ഈ ഇരുമ്പിനെ നിലനിർത്തുകയും ചെയ്യും. ഫെറസ് ഫോമിൽ അതായത് നമ്മുടെ ഈ പറഞ്ഞ ആമാശയത്തിൻ്റെ ഒരു അസിഡിക് മീഡിയമാണ്. ആമാശയം എന്ന് പറയുമ്പോൾ നമ്മൾ ആമാശയത്തിലാണ് ആദ്യം എത്തുന്നത്. ആമാശയത്തിലെ അസിഡിക് മീഡിയത്തിൽ നിന്നും ഓക്സിഡേഷൻ സംഭവിക്കാതെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോട്ടിങ് പോലെ ഈ പറഞ്ഞ നാരങ്ങ നീരിൽ അരയ്ക്കുന്ന പ്രോസസ്സ് സഹായിക്കും.
അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ സിദ്ധ ചികിത്സാ മുറയിൽ ഉപയോഗിച്ചുകൊണ്ടുവരുന്ന ഒരു മെഡിസിനാണ്. അവിടെയാണ് 1937 വൈറ്റമിൻ സി കണ്ടുപിടിക്കുകയും അതിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്ത ഒരു ഇൻസിഡന്റിനെ നോബൽ സമ്മാനം വരെ കൊടുത്ത് ആദരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് തലമുറകളായിട്ട് തന്നെ ഇത്രയും പഴക്കമുള്ള ഇതിന്റെ ചികിത്സാ രീതിയെ തന്നെയാണ് ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഫുടം പ്രോസസ്സിലോട്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ അന്നഭേദി സിന്ദൂരം ഉണ്ടാക്കി ആ ഒരു മരുന്നിന്റെ നിർമ്മാണ സമയത്ത് ഈ ഇതിന്റെ കണികയുടെ സൈസ് ഏകദേശം 10⁻⁻14, അതായത് ഏകദേശം നാനോ പാർട്ടിക്കിൾ, വളരെ ചെറിയ തന്മാത്രയായിട്ടാണ് ഇത് മാറുന്നത്. അന്നേരം നമുക്ക് ഇതിന്റെ ആഗിരണം വളരെ സുഗമമായി നമ്മുടെ കുടലിലെ കോശങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ അയൺ സപ്ലിമെന്റുകൾ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്, പിന്നെ ഈ ചില ആളുകൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അയൺ സപ്ലിമെന്റ് ആയിട്ടുള്ള ടാബ്ലറ്റിനകത്തുള്ള അയണിന്റെ തന്മാത്രകളുടെ വലിപ്പം വളരെ കൂടുതലാണ്. എന്നാൽ ഈ സിദ്ധ രീതിയിൽ സ്ഫുടം ചെയ്ത് ഉണ്ടാക്കുന്ന ഈ അന്നഭേദി സിന്ദൂരം കണിക സൈസ് വളരെ ചെറുതായതുകൊണ്ട് അത് ആഗിരണം വളരെ സുഗമമാക്കുകയും, എന്നാൽ ഈ പറഞ്ഞ അയൺ സപ്ലിമെന്റ് മോഡേൺ രീതിയിലുള്ള അയൺ സപ്ലിമെന്റുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ തന്നെ വളരെ വേഗത്തിലും സുഗമമായും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അന്നഭേദി സിന്ദൂരത്തിന്റെ നിർമ്മാണ രീതികളെക്കുറിച്ചും അതിന്റെ ബയോ അവൈലബിലിറ്റി കൂട്ടുന്ന പ്രോസസ്സുകളെ കുറിച്ചും നമ്മളിപ്പോൾ സംസാരിച്ചു. അന്നഭേദി സിന്ദൂരം നമ്മൾ സാധാരണയായി കൊടുക്കുന്നത് ഈ വിളർച്ച, അനീമിയ മുതലായ രോഗങ്ങൾക്കാണ്. പിന്നെ മെയിനായിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ എന്ത് ആഹാരം കഴിച്ചാലും ശരീരത്തിനകത്ത് പിടിക്കാണ്ട് വരികയും, അതായത് നമ്മുടെ ഒരു അബ്സോർപ്ഷനെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിനകത്ത് പിടിക്കാണ്ട് അബ്സോർപ്ഷൻ വളരെ രീതിയിൽ ബാധിക്കുന്ന കണക്കുള്ള അവസ്ഥകളിൽ നമ്മൾ ഈ അന്നഭേദി സിന്ദൂരം കൊടുക്കാറുണ്ട്. അന്നഭേദി കൊടുക്കുമ്പോൾ അന്നത്തെ ഭേദിക്കുന്നത്, അതായത് ആ ബയോ അവൈലബിലിറ്റി കൂട്ടുകയും കഴിക്കുന്ന ആഹാരത്തിനകത്തു നിന്നുള്ള പോഷകങ്ങളെ ശരീരത്തിന് വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മരുന്നാണ് അന്നഭേദി സിന്ദൂരം. അന്നഭേദി സിന്ദൂരം നമ്മൾ സിദ്ധമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ, ഹയറായിട്ടുള്ള വലിയ മെഡിസിനുകൾ ഉപയോഗിക്കുമ്പോൾ ആ മരുന്നുകളുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടും, അതായത് ഇത് കുടലിൽ വളരെ പെട്ടെന്ന് ആഗിരണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട്, ബയോ അവൈലബിലിറ്റി കൂട്ടുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ചീലേറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു ആഗിരണത്തിനെ കൂട്ടാനായിട്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആയതുകൊണ്ട് മറ്റ് വലിയ മെഡിസിനുകളുടെ കൂടെ ഒരു തുണമരുന്നായി അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് അന്നഭേദി സിന്ദൂരം കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും തീരെ പ്രായം കുറഞ്ഞ കുട്ടികൾക്കും പൊതുവെ കൊടുക്കാറില്ല. പിന്നെ കോൺസ്റ്റിപ്പേഷനോ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ മലബന്ധം മൂലം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള രോഗികൾക്കും നിർദ്ദേശിക്കാറില്ല. ഇത് വിദഗ്ധരായിട്ടുള്ള സിദ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ചികിത്സ ലഭ്യമാണ്. അതിനായി നിങ്ങൾക്ക് കല്യാൺ സിദ്ധൌഷധിയെ സമീപിക്കാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി.